ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, എന്തായിരുന്നു ആ നാലാമത്തെ സന്തോഷം? അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് 200 ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികൾക്ക് 200 വീൽ ചെയർ സംഭാവനയായിട്ട് നൽകാൻ വേണ്ടി അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ഇത് കേട്ട് വളരെ സന്തോഷത്തോടും കൗതുകത്തോടു കൂടെ അദ്ദേഹം അതിന് തയ്യാറാവുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആ വീൽ ചെയർ വിതരണ ചടങ്ങിലേക്ക് അദ്ദേഹം പങ്കെടുക്കുകയും അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടുന്ന് മടങ്ങുന്ന സമയത്ത് ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡായ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ കാലിൽ മുറുക്കി പിടിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയില്ല. നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് കാണുമ്പോഴും എനിക്ക് ഈ മുഖം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് തുറിച്ച് നോക്കിയത് എന്ന് കുട്ടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ഒരു സന്തോഷം അതാണ് എന്ന് ഈ മഹാനായ കച്ചവടക്കാരൻ, ബിസിനസ്മാൻ ആ ചോദ്യകർത്താവിനോട് പറയുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ കരസ്ഥമാക്കിയാലും, എത്രയോ പണം നമ്മൾ കരസ്ഥമാക്കിയാലും, എന്തെല്ലാം നമ്മൾ സ്വന്തമെന്ന് ആഗ്രഹിച്ച് കരസ്ഥമാക്കിയാലും, മറ്റുള്ളവരുടെ സന്തോഷം, മനസ്സിലേക്കൊരു സന്തോഷം ഇട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് കിട്ടാവുന്ന പെർമനൻറ്റ് ഹാപ്പിനെസ്. നിങ്ങളൊരു ഐഫോൺ മേടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വില കൂടിയ ഒരു കാറ് മേടിച്ചു, അതിനൊക്കെ ഒരു ഷോർട്ട് ടൈം ആയിരിക്കും അതിൻ്റെയൊക്കെ ഹാപ്പിനെസ്. മറിച്ച് നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരാളെ തിരിച്ചറിഞ്ഞ് ഇയാൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് അയാളുടെ മനസ്സിലിട്ട് കൊടുത്താൽ അത് ഓർത്ത് അയാൾ അന്ന് സന്തോഷിക്കുന്ന ആ സന്തോഷം മാത്രം ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഈ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഇങ്ങനെയുള്ള ചെറിയ ഘട്ടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഇത്രയും ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു മഹാനായ കച്ചവടക്കാരൻ ആരായിരിക്കുമെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.